നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് മലയാള സിനിമയുടെ അഭിമാന താരങ്ങളായ ശ്രീനിവാസനും മമ്മൂട്ടിയും. പത്തേമാരിയാണ് അവസാനം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ. കഥ പറയുമ്പോൾ അടക്കം ശ്രീനിവാസന്റെ തിരക്കഥയിൽ മമ്മൂട്ടിക്ക് ലഭിച്ചത് ഏറെയും നല്ല സിനിമകളും കഥാപാത്രങ്ങളും തന്നെയാണ്. ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന അഭിമുഖങ്ങൾ പോലും കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങൾ നിരവധി ശ്രീനിവാസന് നന്നായി അറിയാം. ഇപ്പോഴിതാ ഒരിക്കൽ മമ്മൂട്ടിക്കൊപ്പം നാഷണൽ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോഴും അനുഭവം ശ്രീനിവാസൻ പങ്കുവച്ചതാണ് വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പുരസ്കാരങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ ആങ്കർക്ക് തെറ്റിയെന്നും ഉടനെ തന്നെ മമ്മൂട്ടി അത് വേദിയിലിരുന്ന് തന്നെ തിരുത്തിയെന്നും ശ്രീനിവാസൻ സിനിമ ദി ക്യൂവിന് ഏറെ നാളുകൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം വാങ്ങാനായിരുന്നു അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കും പുരസ്കാരമുണ്ടായിരുന്നു. ഒരു വർഷം ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്കും അതേ വർഷം അഭിനയത്തിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് മാത്രമല്ല അജയ് ദേവ്ഗണിനും കൂടിയുണ്ടായിരുന്നു. ഇരുവരും ആ വർഷം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടെടുക്കുകയായിരുന്നു. ഡൽഹിയിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സദസ്സിലിരിക്കുകയായിരുന്നു ഞാനും മമ്മൂട്ടി. ഞങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ ഊഴത്തിന് കാത്തിരിക്കുകയായിരുന്നു. ആങ്കർ വേദിയിൽ നിന്ന് മമ്മൂട്ടിയുടെ പ്രൊഫൈൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അന്ന് പ്രസിഡന്റ് KR നാരായണനും ഉണ്ടായിരുന്നു. രണ്ടാം തവണയാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടുന്നത് എന്ന് അതിനിടയിൽ ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടതും മമ്മൂട്ടി സദസ്സിലിരുന്ന് നോ എന്ന് പറഞ്ഞ് ഒരൊറ്റ അലറലാണ്. KR നാരായണൻ അടക്കം ഞെട്ടിപ്പോവുകയായിരുന്നു. ആ ഞെട്ടൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് മാറിയിട്ടില്ല. മമ്മൂട്ടി അങ്ങനെ അലറാൻ കാരണം മമ്മൂട്ടിക്ക് അത് മൂന്നാമത്തെ നാഷണൽ അവാർഡായിരുന്നു. KR നാരായണന് പിന്നീട് അസുഖവും മാറിയിട്ടില്ല. ഹാർട്ട് അറ്റാക്കാണ്. അദ്ദേഹം പേടിച്ചങ്ങ് പോയി. മമ്മൂട്ടിയെ പോലെ ഒരാൾ നോ എന്ന് പറഞ്ഞ് അലറുകയായിരുന്നു. അദ്ദേഹം കരുതി വെടിവെപ്പോ എന്തോ മറ്റോ ആണെന്ന്. ആങ്കറെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുകയും ചെയ്തു എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ ശ്രീനിവാസൻ പങ്കുവയ്ക്കുമ്പോൾ മമ്മൂട്ടിയും ആസ്വദിക്കാറുണ്ട്. പത്തേമാരിയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ സുഹൃത്തായിട്ടാണ് ശ്രീനിവാസൻ അഭിനയിച്ചത്. വിവാഹ സമയത്ത് പോലും ശ്രീനിവാസനെ സഹായിച്ചത് മമ്മൂട്ടി തന്നെയാണ്. താലി വാങ്ങാൻ പണമില്ലാതെ വിഷമിച്ചപ്പോൾ അക്കാലത്ത് 2000 രൂപ തന്ന് മമ്മൂട്ടി സഹായിച്ച കഥ പല പൊതുവേദികളിലും ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ സ്റ്റാർ വാല്യൂ ഉള്ള നടനായി മാറും വരെ പലപ്പോഴും ചിലവിനും വണ്ടിക്കൂലിക്കും വരെ മമ്മൂട്ടി സഹായിച്ച കഥകൾ ശ്രീനിവാസൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യനില മോശമായതിനാൽ ഏറെ നാൾ ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. വളരെ വിരളമായി സിനിമക്കാരുടെ പൊതുപരിപാടികളിൽ നടന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. മമ്മൂട്ടിയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലാ പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ അലട്ടുന്നതിനാൽ നടൻ ചികിത്സയിലും വിശ്രമത്തിലുമാണ്.